70 വയസ്സുള്ള ഈ മുത്തശ്ശി അധികം കച്ചവടമില്ലാത്ത ഒരു ബേക്കറിയിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നു. ഒരു ദിവസത്തേക്ക് തനിക്ക് $20 തന്നാൽ മതിയെന്ന് പറയുന്നു. പക്ഷെ അയാൾ ആ മുത്തശ്ശിയുടെ കയ്യിലെ മുറിവ് കണ്ട് എങ്ങനെയാണ് ജോലി കൊടുക്കുന്നതെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ആ മുത്തശ്ശി അയാളുടെ കടയിൽ വിൽക്കുന്ന പാൻകേക്കിന്റെ ജാമിന് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് കച്ചവടം നടക്കാത്തതെന്ന് പറയുന്നു. അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് കൊടുത്തിട്ട് പോകുന്നു. അയാൾ അന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ മുത്തശ്ശി കൊടുത്ത ജാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെയും അയാൾ ഇത്ര ടേസ്റ്റി ആയ ഒരു ജാം കഴിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ മുത്തശ്ശിയെ ജോലിക്ക് എടുക്കുന്നു. മുത്തശ്ശി അയാൾക്ക് റെഡ് ബീൻസിൽ നിന്ന് എങ്ങനെയാണ് ആ ജാം ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നു. അയാൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡിൽ സാവധാനം അത് കുതിർത്ത് ചൂടുവെള്ളത്തിലിട്ട് തോല് ക്ലീൻ ചെയ്ത് അതുപോലെ ജാം ഉണ്ടാക്കിയെടുക്കുന്നു. അത് യൂസ് ചെയ്ത് പാൻകേക്ക് ഉണ്ടാക്കി വിറ്റതും ആ ടേസ്റ്റ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി സെയിൽസ് നല്ല രീതിയിൽ നടക്കുന്നു. ഇതുവരെയും ഇത്രയും വലിയ തിരക്ക് അയാൾ കണ്ടിട്ടേയില്ല. അത്രത്തോളം സെയിൽസ് നല്ല രീതിയിൽ നടക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. അവർ രണ്ടുപേരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ആ കടയുടെ ഓണറല്ല. ഓണറിന്റെ അടുത്ത് നിന്ന് ആശുപത്രി ചെലവിനായി വാങ്ങിയ കാശ് തിരികെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കടയെടുത്ത് നടത്തുകയാണ്. അതുകൊണ്ടാണ് മുത്തശ്ശിയെ ജോലിക്കെടുക്കുന്നതിനെ പറ്റി തീരുമാനമെടുക്കാൻ കഴിയാത്തതെന്ന് പറയുന്നു. അടുത്തതായി ആ മുത്തശ്ശിയുടെ അവസ്ഥ നോക്കുമ്പോൾ അയാളുടെ അവസ്ഥയേക്കാൾ മോശമാണ്. കാരണം ഹിരോഷിമ ഇൻസിഡന്റിന് ശേഷമാണ് മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ആയതെന്നും ഓരോ ദിവസവും ആ വേദന പുറത്തു പറയാൻ കഴിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായും പറയുന്നു. ഇങ്ങനെ അവരുടെ ലൈഫ് നന്നായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അയാൾക്ക് സുഖമില്ലാതാവുന്നു. അപ്പോൾ കട അടച്ചിടാൻ മനസ്സിലാത്തത് കൊണ്ട് മുത്തശ്ശി കുക്ക് ചെയ്യാൻ തുടങ്ങുന്നു. മുത്തശ്ശിക്ക് അറിയാവുന്ന രീതിയിൽ പാൻകേക്ക് ഉണ്ടാക്കി വിൽക്കുന്നു. അന്ന് വന്ന എല്ലാവർക്കും മുത്തശ്ശിയുടെ കൈ കണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നു. അന്ന് മുതൽ കടയിൽ തിരക്ക് കുറയാൻ തുടങ്ങുന്നു. സോ ഏത് മുത്തശ്ശി കാരണമാണോ കട നല്ല രീതിയിലായത് ആ മുത്തശ്ശി കാരണം തന്നെ തിരക്കും കുറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവർക്ക് ശമ്പളം കൊടുക്കാനും കഴിയുന്നില്ല. അത് മനസ്സിലാക്കിയ മുത്തശ്ശി സ്വയം ജോലി മതിയാക്കി പോകുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു കത്ത് വരുന്നു. ഉടനെ മുത്തശ്ശിയെ കാണാനായി പോകുന്നു. പക്ഷെ മുത്തശ്ശി 3 ദിവസത്തിന് മുൻപ് മരിച്ചുപോയതായി അവിടെയുള്ളവർ പറയുന്നു. എന്നിട്ട് മുത്തശ്ശി യൂസ് ചെയ്തിരുന്ന ഒരു ടേപ്പ് റെക്കോർഡർ അയാൾക്ക് കൊടുക്കുന്നു. അത് കേട്ടതും അയാൾ തകർന്നു പോകുന്നു. കാരണം ആദ്യമായി മുത്തശ്ശി ആ കടയിലേക്ക് പോകുമ്പോൾ അയാളുടെ ഫേസിൽ എന്തിനാണ് ജീവിക്കുന്നതെന്ന ഭാവമുള്ളത് മുത്തശ്ശി നോട്ട് ചെയ്തിരുന്നു. ആ കടയിൽ നല്ലതുപോലെ കച്ചവടമില്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് ജീവിതത്തോട് വെറുപ്പ് തോന്നിയതെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് വേണ്ടിയാണ് അവർ ആ കടയിൽ ജോലിക്ക് കയറിയത്.